നമുക്ക് ഇങ്ങനെയുള്ള ഒരു പാർട്ടി ബോക്സ് അങ്ങനെ ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ ഒരു 12 ഇഞ്ച് സബും 2 6 ഇഞ്ച് ഫുൾ റേഞ്ച് സ്പീക്കറും ട്യൂട്ടറും 2 ട്യൂട്ടർ, അതുപോലെ അതിൻ്റെ ആമ്പ് ഈ നമ്മളെ മേലത്തെ ഈ ഒരു കണ്ടെയ്നറിലാണ് ഫുൾ ആമ്പും ചെയ്യുന്നത്. അപ്പോൾ ആമ്പിന് നമുക്ക് ഫ്രണ്ട് ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. അതായത് 2 ഫാൻ, ഒരു ഇൻപുട്ട്, ഒരു സ്പീക്കർ, അതായത് സബ് ഊഫറിൻ്റെ ഔട്ട്പുട്ട്. എക്സ്റ്റേണൽ ഒരു സബ് കൊടുക്കേണ്ട ആവശ്യം വരുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ട്. പിന്നെ ഒന്ന് ഇതിൻ്റെ പാനൽ, ഫ്രണ്ട് പാനൽ, 2 സബിനുള്ള കൺട്രോൾ, ഒരു ഫ്രണ്ട് വോളിയം, അതായത് നമ്മൾ ഈ ചാനൽസിന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലാണ് ഈ കാണുന്നത്. അതുപോലെ ബേസ് മിഡ് 3 വേ ആണ് കൺട്രോൾ വരുന്നത്. അപ്പം ഇത് നമ്മളെ ഫുൾ റേഞ്ചിലുള്ളതുകൊണ്ട് നമുക്ക് 3 വേ എടുക്കാം. ഒരു ട്രബിള്, ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളെ സബ് ഊഫറിൻ്റെ ലെവൽ 1, അതായത് ഈ സബ് ഊഫറിൻ്റെ 1, രണ്ടാമത്തെ മറ്റേ സബ് ഊഫർ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ളത്. ഒരു USB ബ്ലൂടൂത്ത് പാനൽ. ശരിക്കും പറഞ്ഞാൽ 2.2 ആണ്. പക്ഷെ നിലവിലിപ്പം ഇത്ര ഒരു സബ് ഊഫറേ ഉള്ളൂ. അതുകൊണ്ട് ഇത് 2.1 ആയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ 2.1 ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. നമുക്ക് ഇതിനകത്തൊരു വെറൈറ്റി ഉള്ളത് ഈ ഡിസൈൻ മാത്രമാണ്. പവർ സപ്ലൈ ആയിട്ട് നമുക്ക് 2 ട്രാൻസ്ഫോമർ ഉണ്ട്. 2 ട്രാൻസ്ഫോമർ, അതായത് സബിനൊരു സെപ്പറേറ്റ് ട്രാൻസ്ഫോമർ, നമ്മളെ ചാനൽസിന് ട്രാൻസ്ഫോമർ, അതുപോലെ ഒരു കുമാർ താണ്ടർ, ഒരു 2 ചാനൽ, പിന്നെ നമ്മൾ സ്ഥിരം എടുക്കുന്ന G-Star USB ബ്ലൂടൂത്ത് മൊഡ്യൂൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കിത് അസംബിൾ ചെയ്യാം. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ മുകൾഭാഗം, അതായത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബോക്സിൻ്റെ ഏറ്റവും ടോപ്പ് പീസ് നമ്മൾ ആംപ്ലിഫയറിൻ്റെ കവറാണ്. അതായത് വുഡ് കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മളിപ്പോൾ ആംപ്ലിഫയർ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനാദ്യം നമ്മളെ പാനൽ അസംബിൾ, അതായത് ഫുൾ ഫിറ്റിങ്സും ചെയ്തിട്ട് ഇത് അസംബിൾ ചെയ്യണം. ഇത് ഫുൾ ഫിറ്റിംഗ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യണം, 2 സൈഡ് ഫിക്സ് ചെയ്യണം, എന്നിട്ട് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഔട്ട്ലെറ്റ് മാത്രമേ ഉള്ളൂ, അതായത് സബിന് ഔട്ട്പുട്ട്. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് കൂടി നേരിട്ട് അകത്തേക്കാണ് പോകുന്നത്, നേരെ സ്പീക്കറിലേക്ക്. അപ്പോൾ പാനലിൻ്റെ വർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ, അതായത് നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് കയറ്റി നമുക്കിത് ഓഡിയോൻ്റെ പവർ സപ്ലൈ ഉണ്ടാക്കണം. ശരിക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ സബിൻ്റെ ട്രാൻസ്ഫോമർ ഇവിടെയും നമ്മുടെ ചാനൽസിൻ്റെ ട്രാൻസ്ഫോമർ ഇവിടെയും ഈ രീതിയിൽ വെച്ചിട്ട് റെക്ടിഫൈ ചെയ്തിട്ട് കൊണ്ടുപോവുക. നമ്മളെ സിഗ്നൽ മൊത്തം ഇതിലൂടെ വന്നിട്ട് പോവുക. അതായത് നമ്മളെ എൻട്രി സിഗ്നൽ ഇതിലൂടെ പോവും. ബാക്കി സിഗ്നലൊക്കെ USB പാനലിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അത് അതിലൂടെ കാര്യങ്ങളൊക്കെ കൺട്രോൾസൊക്കെ അതിൽ കൂടെ നടക്കും. നമുക്ക് പവർ ക്രോസിംഗ് ഇല്ലാതെ നമുക്ക് അസംബിൾ ചെയ്യാം, അതായത് നോയ്സ് ഇല്ലാത്ത ആംപ്ലിഫയറോ. അപ്പോൾ ഇതിലൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ ബോർഡുകളും റെക്ടിഫിക്കേഷനൊക്കെ ആ റൂട്ടിലായതുകൊണ്ട് നമുക്ക് ഈ ഫാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളത് 2, ഒന്ന് ഇന്നും ഒന്ന് ഔട്ടുമാണ്. അപ്പോൾ ഈ ഇന്നിലേക്കുള്ള ഫാനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിലൂടെ നല്ല എയർ ഫ്ലോ അകത്തേക്ക് പോയിട്ട് നമ്മളെ ട്രാൻസ്ഫോമർ അടക്കമുള്ള ഹീറ്റ് മൊത്തം ഈ ഔട്ട് ഫാനിൽ കൂടി പുറത്തേക്ക് പോകും. വേറെ വെൻ്റൊന്നും ഈ ക്യാബിനറ്റിന് ഇല്ലാത്തതുകൊണ്ട്, ഈ ആംപ്ലിഫയർ കേസിന് ഇല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നല്ല ഹീറ്റാവും, ഓവർ ഹീറ്റാവുന്ന എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഹീറ്റ് കാരണം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വല്ലാണ്ട് ഉറപ്പിക്കാണ്ട് ഞാൻ ആ പരിപാടി തീർത്തു. അതായത് ഇതിൻ്റെ അസംബ്ലിങ് മൊത്തം തീർത്തു, ഫിറ്റിങ്സ് മൊത്തം കഴിഞ്ഞു. അപ്പോൾ JBL വൂഫർ ഫിറ്റ് ചെയ്തു. അതേപോലെ നമ്മുടെ ചാനൽ സ്പീക്കേഴ്സ് 2 സിപ്പിൻ്റെ വൂഫേഴ്സ് ഫിറ്റ് ചെയ്തു. G-Techൻ്റെ ഈ 2 ട്യൂട്ടേഴ്സ് ഫിറ്റ് ചെയ്തു. ആംപ്ലിഫയറിൻ്റെ വർക്കും തീർത്തു. അപ്പോൾ സിസ്റ്റം ഇപ്പോൾ ഓണാണ്. BT മോഡിലാണ്, അതായത് ബ്ലൂടൂത്ത് മോഡിലാണുള്ളത്. സബ് വൂഫറിൻ്റെ വോളിയം 2 സെപ്പറേറ്റ് വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുപോലെ ബാസ്, ട്രിബിൾ, മിഡ് വോളിയം, ചാനൽ വോളിയൂംസ്. അപ്പോൾ കഴിയാവുന്ന അത്രയും രീതിയിൽ നല്ല മാക്സിമം വൃത്തിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വയറിങ്ങിൻ്റെ കാര്യത്തിലാണ് വൃത്തിൻ്റെ കാര്യം പറയുന്നത്. അതായത് വയറിങ് ഒതുക്കി ചെയ്താൽ നമുക്കത് കാണുമ്പോഴും പിന്നീട് ചെക്ക് ചെയ്യാനും ഒക്കെ വളരെ ആശ്വാസമായിരിക്കും. നമ്മളിപ്പോൾ പവർ ട്രാൻസ്ഫോമേഴ്സ് മൊത്തം ലെഫ്റ്റ് കയറ്റുന്നത് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത്. അത് ലെഫ്റ്റ് കൂടെ ഈ സിഗ്നൽ വരണം, റൈറ്റ് കൂടെ പവർ സപ്ലൈ പോകണം. അപ്പോൾ അത് ക്രോസിങ്ങും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ക്ലീൻ ആയിരിക്കും സൗണ്ട്. അപ്പോൾ വസന്തിൻ്റെ പ്രീ ബോർഡാണ് സബ് പ്രീ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. യൂണിവേഴ്സലിൻ്റെ 3-വേ BT, അതായത് 3-വേ ടോൺ കൺട്രോളാണ് നമ്മൾ ഇതിനകത്ത് ബേസ്, ട്രബിൾ, മിഡിന് വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇപ്പോൾ ഈ വർക്കിംഗ് കേട്ടതിൽ എനിക്ക് അത്യാവശ്യം ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ബോർഡ് വെച്ച് കിട്ടിയിട്ടുണ്ട്. 100% അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ആണ് കിട്ടുന്നത്.
ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് കുമാർ ഓഡിയോസിന്റെ KA2424 എന്ന ചാനൽ ബോർഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 36 വോൾട്ട് 6 ആംപിയറിലാണ് ഈ ബോർഡ് ഞാൻ ഇപ്പോൾ പവർ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. 125 വാട്ട്സ് മാക്സിമം നമുക്ക് ഇതിനകത്ത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. സബ്വൂഫറിന് ഏറ്റവും നല്ല പെർഫോമൻസ് കിട്ടുന്ന കുമാറിന്റെ തണ്ടർ ഓഡിയോ KA2611 ആണ് ഇതിന് സബ്വൂഫറിന്റെ ബോർഡായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 40 വോൾട്ട് 8 ആംപിയർ പവർ സപ്ലൈ ആണ് ഇതിന് ഈ ബോർഡ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. 4750 വോൾട്ടിന്റെ 4 കപ്പാസിറ്റർ ആണ് നമ്മൾ ചാനൽ സ്പീക്കേഴ്സിന്റെ പവർ സപ്ലൈ ഉപയോഗിച്ചിട്ടുള്ളത്. 10,000 മൈക്രോഫാരഡിന്റെ 4 കപ്പാസിറ്റർ നമ്മളെ സബ്വൂഫറിന് വേണ്ടിയിട്ടും ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡിന് ഫാനിന് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു എക്സ്ട്രാ ട്രാൻസ്ഫോമർ ചേർത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫാനിന്റെ സ്പീഡ് കൺട്രോൾ. അതായത് ഫാന് ബോർഡ് ഹീറ്റായാൽ മാത്രമേ വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഇപ്പോൾ ചാനൽ സ്പീക്കേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കിവിടെ ഹീറ്റിന്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഏരിയയിൽ ഹീറ്റ് സിങ്കിന്റെ മുകളിലാണ് ഞാൻ ഇതിന്റെ സെൻസർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ബോർഡ് ഓണായ ഉടനെ ഫാന് കറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബോർഡിൽ ഹീറ്റ് വന്ന് ഈ അലൂമിനിയം ഹീറ്റ് പിടിച്ച് ഏകദേശം ഈ ഒരു റേഞ്ച് എത്തുന്നവരെ ശരിക്കും, അതായത് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തുള്ളത്. ഞാനിപ്പോൾ ഹീറ്റ് സിങ്ക് കമ്പൗണ്ട് ബേസ്ഡ് ആണ് കയ്യിലായത്. അപ്പോൾ ആ ഏരിയ എത്തുന്നവരെ നമുക്ക് ഈ ബോർഡിന് ഒരു കംപ്ലൈൻറ്റും വരില്ല. ആ ഒരു ചെറിയ ഹീറ്റും ഉണ്ട്. ആ ഹീറ്റ് ഇവിടെ എത്തിയാൽ ഈ ഫാൻ വളരെ പതുക്കെ കറങ്ങി തുടങ്ങും. ഹീറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഫാൻ സ്പീഡ് കൂടി വരും. അതേപോലെ തന്നെ ഹീറ്റ് തീർന്നു കഴിഞ്ഞു പാട്ട് നിർത്തി നമ്മളിപ്പോൾ കുറച്ച് നേരം സൈലൻ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മൾ സോങ് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാൻ സ്പീഡ് കുറഞ്ഞ് ഫാൻ പൂർണ്ണമായിട്ട് നിൽക്കും. അപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു അസംബ്ലിംഗ് ആണ് ഈ ആംപ്ലിഫയറിന്, ഈ 2.1 വേണ്ടിയിട്ട് ഈ ആംപ്ലിഫയർ അടക്കമുള്ള സ്പീക്കർ ബോക്സിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ക്യാബിനറ്റിൻ്റെ ഏറ്റവും ടോപ്പ് പീസ്, അതായത് ആംപ്ലിഫയറിൻ്റെ കവർ, അതാണ് ഇതിൻ്റെ ടോപ്പ് പീസ്. അപ്പോൾ കവർ മൂടി കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമ്മൾ സ്ക്രൂ ഹോൾസ് ഒക്കെ സെറ്റ് ചെയ്താണ്. ഇനി ഇതിനകത്ത് 4 സ്ക്രൂ സെറ്റ് ചെയ്താൽ നമ്മളെ വർക്ക് ഫുൾ ഫിനിഷ്ഡ്. അപ്പോൾ നമ്മളെ വർക്ക് മൊത്തം തീർത്തു, സ്ക്രൂ ചെയ്തു. ഇതാണ് ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ അതിൻ്റെ സബ്വൂഫറിൻ്റെ ഫ്രണ്ടിൽ വരുന്ന സ്ക്രീൻ. അങ്ങനെ ഇത് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്യണം. അതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, എന്നിട്ട് ചെക്കിങ് ചെയ്യാം. അപ്പോൾ അതിൽ ആദ്യത്തെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ 2 ട്യൂട്ടർ. ഇപ്പോൾ ഈ 2 ട്യൂട്ടർ നിങ്ങൾ ആദ്യം കണ്ടിരുന്നത് സിപ്പിൻ്റെ ഒരു ബ്ലാക്ക് ട്യൂട്ടറാണ്. അപ്പോൾ അത് മാറി ഇപ്പോൾ ജിടെക്കിൻ്റെ വൈറ്റ് ട്യൂട്ടറാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ആകെ ഒരു വ്യത്യാസമുള്ളത് ആ വൈറ്റ് ട്യൂട്ടറാണ്. ആ ഒരു എടുത്ത് പിടിച്ച് വ്യത്യാസത്തോടു കൂടി നിൽക്കുന്നുണ്ടില്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചു. അത് ആ കസ്റ്റമർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ആദ്യം കണ്ടിരുന്നത് ബ്ലാക്ക് ട്യൂട്ടർ നമ്മൾ ബോർഡിൽ വർക്ക് ചെയ്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്രോസ് ഓവർ അസംബിൾ ചെയ്തതിൽ, ആ ക്രോസ് ഓവർ ഡിസൈൻ ചെയ്തതിൽ ചെറിയൊരു മിസ്സിങ് വന്നതിൽ ആ 2 ട്യൂട്ടർ അടിച്ചു പോയി. അപ്പോൾ അതിന് ശേഷം മാറ്റി ചെയ്തതിലാണ് ഈ ജിടെക്ക് നിൽക്കുന്നത്. സ്ഥലം വേറെ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നിലത്ത് വെച്ചിട്ട് താഴത്ത് കോർണറിൽ വെച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് സംസാരിക്കുന്നത്. പിന്നെ അടുത്ത സംശയം ഞാൻ കഴിഞ്ഞ കമൻസ് വീഡിയോയിൽ പറഞ്ഞാണ്, ഇത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഇത് സ്പീക്കേഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഈ ആംബിന് വൈബ്രേഷൻ വന്നിട്ട് ഡ്രൈ വരില്ല, അത് ലൂസ് കണക്ഷൻ വരില്ല എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വളരെ ടൈറ്റായിട്ട് നല്ല സ്ട്രോങ്ങിൽ വുഡിലാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് വുഡിൽ സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രോങ്ങിൽ പിടിക്കും. നമ്മളെ മെറ്റലിൽ പിടിക്കുമ്പോൾ അല്ല വുഡിൽ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡ്രൈക്കുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ കാണുന്ന പോലത്തെ LG ബൂം ബോക്സിലൊക്കെ ആ ബോർഡ് മേലെ, അതായത് അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ സെക്ഷൻ മൊത്തം മേലെയും ബാക്കി വൂഫേഴ്സ് താഴോട്ടായിട്ട് ഇതേ രൂപത്തിൽ സെയിം ടൈപ്പ് തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ അത് ഫൈബറിൻ്റെ ബോഡിയും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളത്. ഇത് നമ്മൾ വുഡിലാണ് ചെയ്ത്. ആ ഒരു വ്യത്യാസമുണ്ട്. അത് എടുത്തുകൊണ്ട് നടക്കാൻ സുഖമാണ്. ഇത് എടുത്തുകൊണ്ട് നടക്കാൻ ഇപ്പോൾ ഒരു ഹാൻഡിൽ വെക്കണം. ഹാൻഡിലൊക്കെ സെറ്റാണ്. അപ്പോൾ നമ്മൾ കൊടുക്കാൻ സമയമാകുമ്പോൾ ആ ഹാൻഡിൽ ഫിറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ വെറുതെ വെറുപ്പിക്കുന്നില്ല. നമുക്ക് 3-4 തരം സൗണ്ട് ഇട്ടിട്ട് ഒരു തബല സൗണ്ട്, അങ്ങനത്തെ പലതരം മ്യൂസിക്, നമുക്കിപ്പോൾ വെറും ബേസ് മാത്രമല്ലല്ലോ കേൾക്കുക. നമ്മളെല്ലാ തരം മ്യൂസിക്കും ഇതിലൂടെ കേൾക്കും, എല്ലാവിധ സൗണ്ടും കേൾക്കും. അപ്പോൾ അങ്ങനത്തെ 3-4 സൗണ്ട് ഇട്ടിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഏതിനൊക്കെ കോപ്പറേറ്റ് വരുന്നത് കണ്ടിടണം. അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഒരു ടവർ ബോക്സ് നമ്മൾ ചെയ്തതിലും നമ്മൾ ആദ്യം മ്യൂസിക് ലെവൽ ചെക്ക് ചെയ്തിട്ടാണ് ബേസ് ചെക്ക് ചെയ്തത്. അപ്പോൾ അതേപോലെ ഇതിൽ എനിക്കും ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് മ്യൂസിക് ലെവലുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ് മൊത്തം ഓഫാണ്, അതായത് ഫുൾ വോളിയം കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ചാനലിൻ്റെ വോളിയം മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. എവിടെയും കേട്ടില്ല മ്യൂസിക്. അപ്പോൾ അടുത്ത നമുക്ക് തബല മ്യൂസിക്, ഡ്രംസിൻ്റെയും തബലയുടെയൊക്കെ സൗണ്ട് വേറെ വേറെയാണ്. തബല ചെക്ക് ചെയ്തു. മാത്രമാണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഗൈസ് സിപ്പ് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ്? ഈ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു വർക്കിംഗ് കിട്ടണം, അത്യാവശ്യം ഈ ഒരു വർക്കിംഗ് കിട്ടണം.
എല്ലാവിധ ഡീറ്റെയിലും ഉണ്ട്. എല്ലാം നല്ല പവർഫുള്ളാണ്. അപ്പോൾ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇയർഫോൺ ഉപയോഗിച്ചാണ് കേട്ടതെന്ന് വിചാരിക്കുന്നു. അപ്പം അതിലൂടെ നിങ്ങളുടെ റിസൾട്ട് എന്താണ്, അതായത് നിങ്ങൾക്ക് എന്താണ് അതിനകത്ത് അഭിപ്രായങ്ങൾ പറയാനുള്ളത്, അത് നിങ്ങൾ ഈ വീഡിയോയിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.